എൻ്റെ ജോലി വരെ കളഞ്ഞിട്ട് ഞാൻ പോകുന്ന എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ പോകാൻ ഭയങ്കരമായിട്ടും ആഗ്രഹമുള്ള ഒരു സ്ഥലം, പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ നീണ്ടു പോകുന്നത്. അതേപോലത്തെ എൻ്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണിത്. കഴിഞ്ഞ 2 വർഷമായി പ്ലാൻ ചെയ്യുന്നു, പക്ഷെ പലപ്പോഴായി പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ മാറി മാറി പോകുകയാണ്. അങ്ങനെ ഈ ഒക്ടോബറിലാണ് എനിക്കിത് സാധിക്കാൻ പറ്റിയത്. പക്ഷെ അപ്പോൾ വില്ലനായി വന്നത് എൻ്റെ ജോലിയായിരുന്നു. കാരണം എൻ്റെ മാനേജർ പറഞ്ഞു എനിക്ക് ഇത്രയും നാളത്തെ ലീവ് തരാൻ പറ്റില്ല എന്ന്. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് എന്തുകൊണ്ടും അത് സ്കിപ്പ് ചെയ്യാൻ തോന്നിയില്ല. അങ്ങനെ ട്രിപ്പ് പോകുന്നതിന് ഒരാഴ്ച മുൻപ് ഞാൻ റെസിഗ്നേഷൻ ഇട്ടു. അങ്ങനെ ജോലിയും കൂലിയും ഇല്ലാത്ത ഞാനിതാ ട്രിപ്പിന് വേണ്ടി ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. മറ്റിങ്ങോട്ടുമല്ല, റൈഡേഴ്സിൻ്റെ ഡ്രീം പാരഡൈസ് ആയിട്ടുള്ള സ്പിറ്റി വാലി സർക്യൂട്ടിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അതൊരു ബൈക്ക് റൈഡായിട്ട് തന്നെ പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4 ആൾ കൂടി ചണ്ഡീഗറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത റൈഡ് ഇപ്പോൾ ഷിംല വരെ എത്തി. ഷിംല എത്താനാകുമ്പോഴേക്കും റോഡൊക്കെ അങ്ങ് മോശമായി തുടങ്ങി. ഷിംലയിലാണെങ്കിൽ മണിക്കൂറുകളുടെ ബ്ലോക്കാണ്. പിന്നെ നമ്മൾ ബൈക്ക് ആയതുകൊണ്ട് അതിലെ നുഴഞ്ഞഴഞ്ഞൊക്കെ രക്ഷപ്പെട്ടു. ഇന്നത്തെ നമ്മുടെ പിറ്റ് സ്റ്റോപ്പ് എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് ഷിംലയ്ക്ക് ശേഷമുള്ള നാർക്കണ്ട എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നേ. അവിടെ എത്തിയപ്പോഴേക്ക് ഈ ഒരു അവസ്ഥയായിരുന്നു. എല്ലാവർക്കും നടുവേദനയൊക്കെ എടുക്കാൻ തുടങ്ങി. കാരണം റോഡ് അത്രയ്ക്ക് അബദ്ധമായിരുന്നു വരുന്ന വഴിക്ക്. പക്ഷെ നമ്മൾ വിചാരിച്ചതിലും നേരത്തെ തന്നെ നാർക്കണ്ട എത്തി. അതുകൊണ്ട് റൈഡ് തുടരാൻ തീരുമാനിച്ചു. അങ്ങനെ അടുത്ത മേജർ ടൗണായ റാംപൂരിലെത്തി. ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ് കേട്ടോ. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ സ്റ്റേസ് എല്ലാം ഭയങ്കര ചീപ്പായിട്ട് കിട്ടും. ഇന്നത്തെ സ്റ്റേ ഇതായിരുന്നു. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബാൽക്കണിയാണ്. ഇത് സത്ലജ് റിവറിൻ്റെ വ്യൂ ആണ് കേട്ടോ. ഈ മൗണ്ടൻസുമായിട്ട് അടിപൊളിയായിട്ടില്ലേ. അങ്ങനെ സ്പിറ്റി സീരീസിൻ്റെ ഫസ്റ്റ് ഡേ റാംപൂരിൽ വെച്ചിട്ട് എൻഡ് ചെയ്യാണ്.